തെളിവുകൾ കാണിച്ചു തരാം. ആരെങ്കിലും ഇതിന് അർഹനാണോ? 42 ലക്ഷം രൂപ നിങ്ങൾക്ക് പലിശ കൊടുക്കാൻ ഹറാമോ അല്ല സുന്നത്താണോ? ഇതിനുള്ള മറുപടി ഞാൻ AP-യിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. ഷാൻ 121 അവിടെ ഉണ്ടോ? ഷാൻ 121 അവിടെ ഉണ്ടോ? നിങ്ങളുണ്ടോ അവിടെ? ഒരു ടെക്സ്റ്റ് അടിച്ചേ. ഷാൻ അവിടെ ഇല്ലാന്ന് തോന്നുന്നു. ചിക്കൻ 65. ഷാൻ 121 അവിടെ ഉണ്ട്. ഓക്കെ, മറ്റേ മൈക്കിലേക്ക് ചാടരുത്. ഷാൻ 121 മൈക്കിലേക്ക് വരും. മൈക്ക് വിട്ടു. ഷാൻ 121 പെട്ടെന്ന്. ഒന്ന് എസ്സടിച്ചാല് പറയായിരുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദിന്റെ സംശയം ഈ മുടിയെ സംബന്ധിച്ചിടത്തല്ല. ഞാൻ വേറൊരു ക്ലാസ് റൂമിൽ സംശയം ചോദിച്ചിരുന്നു. എനിക്ക് കറക്റ്റ് ഉത്തരയില്ല. പുസ്തകം കണ്ടുവരുന്നുണ്ട്, മൻസിൽ എന്ന് പറഞ്ഞിട്ട്. നമ്മളെ സ്ത്രീകളൊക്കെ ഇഷാമാരിബിന്റെ ഇടയിൽ അത് ഖുർആനേക്കായും പ്രാധാന്യത്തോടു കൂടി ഓതുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഇസ്ലാമികപരമായിട്ടുള്ള ആധികാരികത എന്താണെന്ന് പറഞ്ഞുതരണം. അതോടൊപ്പം ഞാനിത് വേറൊരു ക്ലാസ് റൂമിൽ ചോദിച്ചപ്പോ അവിടുത്തെ ഒരു ഉസ്താദ് പറഞ്ഞത് ഇതിന് യാതൊരു ആധികാരികതയില്ല, ഇത് അംഗീകരിക്കാൻ കഴിയില്ല, അതുപോലെ തന്നെ ഇത് സുന്നത്ത് ജമാഅത്തിന് പുറത്തു പോകാനുള്ള വഴിയാണ്. അപ്പോൾ ഇതിന്റെ ആധികാരികത എന്താണെന്ന് ഉസ്താദ് പറഞ്ഞാൽ കുഴപ്പമുണ്ടായിരുന്നില്ല. അസ്സലാമു അലൈക്കും. മൈക്ക് റിലീസാക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തെ, നമ്മുടെ പ്രത്യേകിച്ച് ബാനറിൽ എഴുതിയിട്ടുണ്ട് വ്യാജമുടി, അതാണ് വിഷയം എന്നുള്ളത്. എന്നിരുന്നാലും ഷാൻ 121 എന്നുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് വന്നുകൊണ്ടൊരു ചോദ്യം ചോദിച്ചു. സ്വാഭാവികമായിട്ട് അതിന് ഉത്തരം പറയേണ്ടി വരും. ഇനി ആരും അങ്ങനെ വിഷയത്തിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കരുത്. ആ ചോദ്യത്തിന് ഇൻഷാ അല്ലാഹ് നൂർ ഫൈദി ഉസ്താദിന് അതിന് മറുപടി പറയും. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട ഏതൊരു അബ്ദുറഊഫ് മൗലവിയോ എന്തോ ഒരു മൗലവിന്റെ തെക്കൻ ഭാഗത്തുള്ള ഒരു മൗലവിയുടെ ഒരു രചനയാണ് മറ്റേ ഇതില്ല. ഞാൻ അയച്ചിട്ട് ചിലപ്പോൾ മറ്റേ സ്ഥലം കിട്ടുകയുള്ളൂ. പിന്നെ ഖുർആനേക്കാളും എന്നുള്ളതുണ്ടല്ലോ, അത് അതിനങ്ങനെയല്ല. ഓരോ ഉദാഹരണം നിസ്കാരത്തിന് ശേഷം 3 അല്ലാഹു അക്ബർ 33 ഒക്കെ ഉണ്ടല്ലോ. അപ്പോ ആ സമയത്ത് അത് ചെല്ലലാണ് ഏറ്റവും പ്രാധാന്യം. ആ സമയത്ത് ഖുർആൻ ഓതലല്ല പ്രാധാന്യം. കട്ടുണ്ടാ? ഞാൻ പറഞ്ഞ മനസ്സിലാകുണ്ടോ? ഓക്കെ, എന്നാലും പറയാം. എന്നാ ഓക്കെ. അപ്പോ വിശ്വാസം അടുക്ക് ഓരോ സമയത്തും എന്ത് ആ പ്രാധാന്യം. ഉദാഹരണം, നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ ഇതൊക്കെ ചൊല്ലുക, അതാണ് പ്രാധാന്യം. മഗ്‌രിബിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു അത് ചൊല്ലുക 10 പ്രാവശ്യം. പിന്നെ അല്ലാഹുമ്മ അജിർനി മിനന്നാർ 7 പ്രാവശ്യം ചൊല്ലുക. പിന്നെ ആയത്തുൽ കുർസി ഓതുക, സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ അതൊക്കെ ചൊല്ലുക. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമയത്തിൽ സ്ഥിരപ്പെട്ട ദിക്റുകൾ ചെല്ലലാണ് ആ സമയത്ത് ഏറ്റവും പ്രാധാന്യം. അതിന്റെ അർത്ഥം ആ ദിക്റിന് വിശുദ്ധ ഖുർആനേക്കാളും കൂലുണ്ട് എന്നുള്ളതല്ല, അല്ലെങ്കിൽ പ്രാധാന്യമുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട ഐറ്റംസുമായ വചനം വിശുദ്ധ ഖുർആൻ തന്നെയാണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയം തന്നെയാണ്. പക്ഷെ ഓരോ സമയത്ത് ചെല്ലേണ്ടതും ചെല്ലുക, അതാണ്. പിന്നെ മൻസിലിൽ ഉള്ളത് എന്താ എനിക്ക് മുഴുവൻ അറിയില്ല. മൻസിലത്തെ ഒരു ദിക്റിനെ കുറിച്ച് ഞാൻ ഒരിക്കൽ ഒരാളുടെ നിന്ന് കിട്ടിയത് വിഷയം മാത്രമുണ്ട്. അത് ഹദീസോട് സ്ഥിരപ്പെട്ട വിഷയം തന്നെയാണ്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത അലൈക തവക്കൽതു വ അൻത റബ്ബുൽ അർശിൽ അസീം മാ ശാ അല്ലാഹു കാൻ വമാ ലം യശാ ലം യകുൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലീം എന്ന ഒരു മദീന സ്ഥലം. പിന്നെ വീടുകളൊക്കെ ആകെ നശിച്ച്, വീടുകളൊക്കെ തീ കത്തി നശിച്ചിട്ടുണ്ട്. അപ്പോ ഒരു വീട്ടിന്റെ ഉടമസ്ഥന്റെ അടുക്കൽ ഒരാൾ ഓടിപ്പോയിട്ട് പറഞ്ഞു, വീട് കത്തിച്ചിട്ടുണ്ട്, വീടുകളും കത്തി നശിച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. മൊബൈൽ ഇന്ന് കത്തി നശിച്ചിട്ടില്ല. മൂപ്പര് അദ്ദേഹം ആ പണിയിൽ ഏർപ്പെടുകയാണ്. അദ്ദേഹം എന്തൊരു പണിയിലാണോ ആ പണിയിൽ ഏർപ്പെടുകയാണ് അദ്ദേഹം. അല്ല ആള് വീട് കത്തിക്കുന്നു, വീടുണ്ട് ഇതങ്ങനെ വെച്ചിട്ട് പറയാറുണ്ട്.
അവൻ പോയി നോക്കുമ്പോൾ എന്തുണ്ട്, എല്ലാ വീടുകളും നശിച്ചിരിക്കണം, അദ്ദേഹത്തിന്റെ വീട് മാത്രം നശിച്ചിട്ടില്ല. പിന്നീട് അദ്ദേഹം അതിന് കാരണം പറഞ്ഞു, എന്റെ വീട് അങ്ങനെ നശിക്കൊന്നുമില്ല, കാരണം ഞാൻ ഇന്ന് അള്ളാഹു അന്തറബി ലാ ഇലാഹ ഇല്ലാ അൻത അലൈക തവക്കൽതു അന്തറബുൽ അർശിൽ അദീം മാഷാ അല്ലാഹു കാൻ വമാലം യശ ലം യകുൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നുള്ള ആ ദിക്ർ ഞാൻ ചൊല്ലിയ ആളാണ് ഞാൻ. പിന്നെ അങ്ങനെ എന്റെ വീട് നശിക്കണ്? അങ്ങനത്തെ അത് ചെല്ലിയാ പിന്നെ ആൾക്ക് മുസീബത്ത് ഉണ്ടാവില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാണല്ലോ. അപ്പൊ അത്തരം ചില ഇനി അങ്ങനത്തെ ചില ദിക്റുകൾ മൻസിലുണ്ട്. അതിന്റെ അർത്ഥം മൻസിലത്തെ എല്ലാ ദിക്റുകളും സഹിഹാണോ അല്ലേ എന്നല്ല, ഞാനത് വായിച്ചിട്ടില്ല. അതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത ആൾക്ക് നോക്കിയെടുക്കാം. കനിയാല ബഷീർ അവിടെ ഉണ്ടോ? കനിയാല ബഷീർ അവിടെ ഉണ്ടോ? ടെക്സ്റ്റ് ഡോട്ട് ഒന്നും ഇല്ലല്ലോ. അവിടെ ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് അടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോട്ട് ഇടുന്നതാണ്. ഷാൻ 121 നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് തൃപ്തികരമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. മാഷാ അല്ലാഹ് കനിയാല ബഷീർ ഉണ്ട്. മൈക്കിലേക്ക് വന്നോളൂ. ഹലോ ഹലോ, കേൾക്കാവോ? അസ്സലാമു അലൈക്കും. എനിക്ക് ഈ നമ്മളെ സ്വബഹിസ്കാരത്തിനെ പറ്റി ചോദിക്കാനാണുള്ളത്. സ്വബഹിസ്കാരം നമുക്ക് ഫർളായിട്ട് കുനൂത്ത് അതൊക്കെ നമുക്ക് നമ്മ സാഫി മതം പ്രകാരം ഇവിടെ സൗദിയിൽ കുനൂത്തില്ല. അപ്പൊ ഞമ്മ അവരൊപ്പം തുടർന്ന് നിസ്കരിച്ചെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെത്? നമുക്ക് ശരിയാവോ? പറഞ്ഞില്ലെന്ന് നമ്മുടെ ചർച്ച മാറിപ്പോകുന്നുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സുഹൃത്തുക്കൾ, ഫിഖ് പരമായ എല്ലാ ചോദ്യങ്ങളും നമ്മളെന്നും പറയുന്നതാണ്. ഫിഖ് അതുപോലെ മസാലപരമായ എല്ലാ ചോദ്യങ്ങളും ഇതാ താഴത്ത് എന്റെ കുറച്ച് താഴത്ത് നിൽക്കുന്ന നൂർ ഫൈസി ഉസ്താദ്, ബ്ലൂ ഐഡിയിലുള്ള നൂർ ഫൈസി ഉസ്താദിന് PM ചെയ്യുക. ഇനി നൂർ ഫൈസി ഉസ്താദിന് PM ഓപ്പൺ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അഡ്മിന്മാർക്ക് ആ PM നിങ്ങൾ വിട്ടാൽ മതി, ചോദ്യങ്ങൾ വിട്ടാൽ മതി. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ആ ചോദ്യങ്ങളുടെ മുഴുവനും ഉത്തരം പിന്നീട് പറയുന്നതായിരിക്കും. പിന്നെ ആ പറഞ്ഞതിൽ കനിയാല ബഷീർ എന്തോ തെറ്റിപ്പോയെന്നറിയില്ല. സുബൈ നിസ്കാരത്തിൽ കുനൂത്ത് ഫർളല്ല, അത് ശ്രദ്ധിക്കുക. പിന്നെ അതെ അത് അദ്ദേഹത്തിന് തെറ്റിപ്പോയതായിരിക്കാം, ചോദിക്കുമ്പോൾ തെറ്റിപ്പോയതായിരിക്കാം. കുനൂത്ത് സുന്നത്താണ്. ഏതായാലും പിന്നെ സൗദി അറേബ്യയിലെ ചില പള്ളികളിൽ ഞാനും സുബൈയിലെ കുനൂത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ചർച്ച ഡൈവേർട്ട് ചെയ്യേണ്ട എന്ന് കരുതിയിട്ട് മാത്രമാണ് ഇപ്പോ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാത്തത്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഫിഖ് പരമായ മസലക്ക് ഇൻഷാ അല്ലാഹ് നൂർ ഫൈസി ഉസ്താദുമായിട്ട് ബന്ധപ്പെടുക. നമ്മുടെ വിഷയം വിവാദ മുടിയാണ്. അതെ, മക്കയിൽ മാത്രമല്ല, മക്കത്തന്നെ ഹറമിന്റെ തൊട്ട് മുന്നിലുണ്ടായിരുന്ന ഉമർ റളിയല്ലാഹുവിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ഒരു ചെറിയ പള്ളി, ഉമർ റളിയല്ലാഹുവിന്റെ പള്ളി, ഒരു ചെറിയ പള്ളി ഉണ്ടായിരുന്നു. അവിടെ 4 ദിവസം തുടർച്ചയായിട്ട്, ആ 4 ദിവസം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് 4 ദിവസം തുടർച്ചയായിട്ട് സുബഹിക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഓതുന്ന അതേ കുനൂത്ത്, വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ഉള്ള ആ കുനൂത്തിൽ പങ്കെടുത്തവനാണ് ഞാൻ. ഏതായാലും നമ്മുടെ വിഷയം ഡൈവേർട്ട് ചെയ്യേണ്ട എന്ന് കരുതിയിട്ട് മാത്രമാണ് അതിലേക്ക് പോകാത്തത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, വിഷയത്തിലേക്ക് തന്നെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് നൂർ ഫൈസി ഉസ്താദ് മൈക്കെടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ വിഷയം ഏതാണ്? വിവാദ മുടി എന്നുള്ളതാണ് സഹോദരന്മാരെ വിഷയം. പക്ഷെ അതേ സമയത്ത് ഈ റൂമിൽ വന്നിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി കിട്ടുമെന്ന് വിചാരിച്ചാലും ചോദിക്കുമ്പോൾ നമ്മളതിന് മറുപടി പറയാതിരിക്കാനും വയ്യ. ഞാൻ നേരത്തെ ARC KP പറഞ്ഞ പോലെ എന്റെ നൂർ ഫൈസി എന്ന ഐഡിയിൽ ഞാൻ പിന്നെ അത് തുറന്നിടാറുണ്ട്. ഇപ്പൊ ഈ സമയത്ത് ചിലപ്പോൾ ഉണ്ടാവില്ല, കാരണം അത് ഈ മൈക്കെടുത്ത് ഈ ഇങ്ങനത്തെ വിഷയങ്ങൾ സംസാരിക്കുന്ന സമയത്ത് എല്ലാവരും PM ചെയ്തുകൊണ്ട് ബുദ്ധിമുട്ടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അത് അങ്ങനെ ചെയ്തിട്ടാണ്. എല്ലാ സമയത്തും ഞാനിപ്പോ തുറന്നിടാറുണ്ട്, കാരണം ആൾക്കാരും PM അടിച്ചിട്ട് എന്തെങ്കിലും ചോദിക്കാണ്ട് ഈ ചോദിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇവിടെ ഒരു ചോദ്യം വന്നത്, ഇവിടെ ദുബായിൽ നിന്ന് ഒരാൾ ഉംറക്ക് പോവുകയാണ്. അപ്പോൾ ജിദ്ദയിൽ വിമാനം ഇറങ്ങിയതിനു ശേഷം ഇഹ്റാം ചെയ്താൽ മതിയോ എന്ന്? പോരാ. കാരണം ഈ ഇമാറാത്തിലൊക്കെ ഉള്ള ആളുകളുടെ മീഖാത്ത്, ഇമാറാത്തിലുള്ള ആളുകൾ ഉംറയോ ഹജ്ജോ ഉദ്ദേശിച്ചുകൊണ്ട് മക്കയിലേക്ക് പോവുകയാണെങ്കിൽ അവരുടെ മീഖാത്ത് ഖർനുൽ മനാസിലാണ്. ഖർനുൽ മനാസിലുണ്ട്, ത്വായിഫിന്റെ അടുത്തുള്ള ഖർനുൽ മനാസിലുണ്ട്, അതാണ് അവരുടെ മീഖാത്ത്. അപ്പോ കരമാർഗം പോകുമ്പോ പിന്നെ ഖർനുൽ മനാസിൽ ഇഹ്റാം ചെയ്യാം. അതേസമയത്ത് വിമാനമാർഗം പോകുമ്പോൾ ഖർനുൽ മനാസിൽ വിമാനം ഇറങ്ങുമല്ലോ, അപ്പൊ അതിന്റെ മുമ്പുള്ള ഏത് സ്ഥലത്തും ഇഹ്റാം ചെയ്യാം. മീഖാത്തിൽ വെച്ചോ അല്ലെങ്കിൽ മീഖാത്തിന്റെ മുമ്പോ ഇഹ്റാം ചെയ്യാം, മീഖാത്തിന്റെ ശേഷം പറ്റൂല എന്നുള്ളൂ. അപ്പോ അതുകൊണ്ട് തന്നെ ദുബായിൽ നിന്നൊക്കെ ആരെങ്കിലും ഉംറക്ക് പോവുകയാണെങ്കിൽ ദുബായിൽ നിന്ന് തന്നെ ഇഹ്റാം ചെയ്തുകൊണ്ട് പോവുക. കാരണം എന്താണ്? അത് മീഖാത്തിന് മുമ്പാണ്, മീഖാത്തിന് മുമ്പ് ഇഹ്റാം ചെയ്യാം.
പിന്നെ മീഖാത്തിൽ അവിടെ ഇറങ്ങാൻ പറ്റുമല്ലോ, അതുകൊണ്ട് ദുബായിൽ നിന്ന് ഇഹ്റാം ചെയ്ത് പോവുകയാണ് വേണ്ടത്. ഈ സഹോദരനെ മനസ്സിലായിണ്ടാവില്ല, അദ്ദേഹം അവിടെ ഉണ്ടാവുന്ന കരുതുന്നു. പിന്നെ മറ്റേ ആള് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, സുബീഹ് കുനൂത്ത് ഫർളല്ല, ഫർളോ വാജിബൊന്നുമല്ല, നിർബന്ധമുള്ള വിഷയമല്ല സുബീഹ് കുനൂത്ത്. അത് അബ്ആദ് സുന്നത്തിൽപ്പെട്ട ഒരു സുന്നത്താണ്. എന്ന് വെച്ചാൽ അത് കരുതി കൂട്ടി തന്നെ കുനൂത്ത് ഓതാതെ ഒരാൾ നിസ്കരിച്ചാലും സുബഹി സഹീഹാകും. എന്നാൽ ഇനി അബ്ആദ് സുന്നത്തിൽപ്പെട്ട സുന്നത്തായത് കൊണ്ട് കരുതി കൂട്ടി ഉപേക്ഷിച്ചാലും ശരി, മറന്നു ഉപേക്ഷിച്ചാലും ശരി, സഹീവിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ഇനി അപ്പൊ സഹീവിന്റെ സുജൂദ് ചെയ്തില്ലെങ്കിലോ എന്നാലും നിസ്കാരം സഹീഹാകും ചെയ്യും, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത് ഇനി ഈ വിഷയത്തിൽ നിന്ന് ആരും വ്യതിചലിക്കാതെ ഈ വിഷയ സംബന്ധമായ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. അതിന് ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഒക്കെ മറുപടി എത്ര ഒക്കെ നൽകും. പിന്നെ നമ്മുടെ ഒരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഒരു പ്രത്യേകമായ ഒരു വാശിയും ഒന്നും ഈ വിഷയത്തിൽ ഇല്ലാതെ, ഒരു വാശിയൊന്നും ഇല്ലാതെ നമുക്ക് ഹക്ക് ബോധ്യപ്പെടണം. അത് ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിനെ കുറിച്ച് പറഞ്ഞ, എന്റെ നാവ് കൊണ്ടോ എന്റെ ഹസ്മിന്റെ നാവ് കൊണ്ടോ എന്റെ മറുഭാഗത്തുള്ള ആളുടെ നാവ് കൊണ്ടോ സത്യം സ്ഥിരപ്പെടണം എന്ന ഉദ്ദേശത്തോടു കൂടിയല്ലാതെ ഞാൻ ഒരു വാദപ്രതിവാദം നടത്തിയിട്ടില്ല എന്ന് ഇമാമുന ഷാഫി റളിയല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഉദ്ദേശമായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പൊ ആ രീതിയിൽ പിന്നെ ഉള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. മറുപടി ആയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഹക്കാന്ന് ബോധ്യപ്പെട്ടാൽ അത് സ്വീകരിക്കാനുള്ള ഒരു വിശാലമായ മനസ്സ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി റാഷി ഹസൻ അവിടെ ഉണ്ടാ? റാഷി ഹസൻ എന്തെങ്കിലും രസം അടിക്കണം. റാഷി ഹസൻ അവിടെ ഇല്ല അല്ലേ? ഇല്ല, അദ്ദേഹത്തെ ഡൂട്ട് ഇടുക. റാഷി ഹസൻ ഇല്ലല്ലോ? ഇല്ല. എന്നാൽ ഇനി മറ്റാളുണ്ട്. ആരാണ്? മുഹമ്മദ് പാലപ്പറ്റ ഉണ്ടാ? മുഹമ്മദ് പാലപ്പറ്റ ഉണ്ടാ? അതിന്റെ മുമ്പായിട്ട് അവർക്ക് ടെസ്റ്റിംഗ് ഡൗട്ട് ഉണ്ടോ നോക്കണേ. മുഹമ്മദ് പാലപ്പറ്റ. ചില ആളുകൾ എസ്ന്നൊക്കെ അടിക്കുന്നുണ്ടാവും, പക്ഷെ അങ്ങോട്ട് എത്താനൊക്കെ കുറെ താമസം ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും ചിലത്. ആ മുഹമ്മദ് പാലപ്പറ്റിനെ കാണാനില്ല. റാഷി ഹസൻ ഉണ്ടല്ലേ? ഓക്കെ, ഞാൻ റാഷി ഹസന് മൈക്ക് എടുക്കുക, ഞാൻ മൈക്ക് റിലീസ് ചെയ്യും. ആപ്പിൾ ജ്യൂസ് ദയവ് ചെയ്ത് ചാടരുത്. നിങ്ങൾക്ക് ഇനിയും മൈക്കിലേക്ക് വരണമെങ്കിൽ ക്യൂ നിന്നുകൊണ്ട് വരാം, ചാടരുത്. കേൾക്കുമല്ലോ അല്ലേ? ഓക്കെ. പിന്നെ നൗഷാദ് ഹസന് പല സ്ഥലങ്ങളിലും മുഖാമുഖം നടത്തുമ്പോ, അതല്ലെങ്കിൽ കോഴിക്കോട് വെച്ച് നടന്ന നിങ്ങളുടെ മുഖാമുഖത്തിൽ, എസ്കെക്കാരുടെ മുഖാമുഖത്തിൽ, പിന്നെ ലാസ്റ്റ് ചോദ്യമായി വെല്ലൂരിലെ വാക്കിയാത്തിലുള്ള മുടിന്റെ സ്ഥാനത്ത് ചോദിച്ചു ഒരാള്. സ്ഥലം പടഞ്ഞു തുടങ്ങിയൊരു മാന്യത. ഓട്ടെ, മലപ്പുറം. ഏതായാലും വെല്ലൂരിലുള്ളതിന്റെ സനത് ചോദിച്ചപ്പോ വെല്ലൂരിൽ ഒരാൾ എണീറ്റ് പ്രസംഗിച്ചു. വെല്ലൂരിലുള്ള സനത് ചോദിക്കേണ്ടത്, തമിഴ്നാട്ടിലുള്ള സനത് ചോദിക്കേണ്ടത് കേരളത്തിലല്ല, അത് തമിഴ്നാട്ടിലാണ്. കോഴിക്കോടുള്ളതിന്റെ സനതാണ് കോഴിക്കോട് വെച്ചിട്ട് ചോദിക്കേണ്ടത്. അതെന്നാ ഈ സനത് തെളിയിക്കാൻ ഒരു സ്ഥലവും സംസ്ഥാനവും ജില്ലയും പഞ്ചായത്തും വാർഡൊക്കെ മാനദണ്ഡമായത്? അങ്ങനെയുണ്ടോ? സത്യത്തിൽ വെല്ലൂരിൽ ഉള്ള നിങ്ങൾ 50,000 രൂപയ്ക്ക് വിറ്റ മുടിന്റെ സനത് ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ എടുത്ത് കാണിക്കാൻ? അതും ഉണ്ട് എന്ന് എ പി വിഭാഗം അവകാശപ്പെടുന്നുണ്ട്. കയ്യിൽ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ എടുത്ത് കാണിക്കാൻ? അതും ഉണ്ട് എന്ന് എ പി വിഭാഗം അവകാശപ്പെടുന്നുണ്ട്. കയ്യിൽ പച്ച കളവ് പറയുന്നത് കൊണ്ടാണ് മൈക്കിലേക്ക് ചാടേണ്ടി വന്നത്. നൂർ ഫൈസി ഉസ്താദ് മൈക്ക് എടുത്തോളൂ. നിങ്ങൾ അതിൽ 2-3 കളവുകൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നൂർ ഫൈസി ഉസ്താദ് മറുപടി പറയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരൻ, നമ്മളതിന് പല പ്രാവശ്യം മറുപടി പറഞ്ഞിട്ടുണ്ട്. ഔദ്യോഗികമായി നിങ്ങൾ എന്തല്ല, ഔദ്യോഗികമായി കാന്തപുരമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംഘടനയുടെ ഉത്തരവാദപ്പെട്ട വ്യക്തികളോ വെല്ലൂരിലെ മുടി വ്യാജമാണ്, അതിന് സനദില്ല, അതുകൊണ്ട് തന്നെ അത് വ്യാജമാണ് എന്ന് എപ്പോൾ പ്രഖ്യാപിക്കുന്നുവോ ഉടൻ അതിന്റെ സനദ് നമ്മൾ വായിച്ചുകൊണ്ട് അത് റസൂലുള്ളാഹിന്റെ മുടി തന്നെയാണ് എന്ന് നമ്മൾ സ്ഥിരപ്പെടുത്തും. അതാണ് നിങ്ങളുടെ മറുപടി. ഒരിക്കൽ കൂടി പറയാണ്, ഔദ്യോഗികമായി നിങ്ങളുടെ പക്ഷത്തിലെ ഏതെങ്കിലും ഔദ്യോഗികമായി വെല്ലൂരിലെ മുടിക്ക് സനദില്ല, അതുകൊണ്ട് അത് വ്യാജമാണ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി അല്ല എന്ന് എപ്പോൾ പറയുന്നുവോ ഉടൻ അതിന്റെ സനദ് വായിച്ചുകൊണ്ട് അതിന്റെ ആധികാരികത നാം സ്ഥിരപ്പെടുത്തുന്നതാണ് എന്ന് നമ്മുടെ നേതാക്കൾ തന്നെ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതതിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇനി അടുത്ത ആരാണ്? മുഹമ്മദ് പാലപ്പറ്റ ഉണ്ടല്ലോ അല്ലേ? അവർ മൈക്ക് എടുക്കുക.
ശ്വാസം വിടണ്ട, നിങ്ങൾ തന്നെ അത്